പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ട് വേരിയബിളുകൾ എങ്ങനെ സ്വാപ്പ് ചെയ്യാമെന്നാണ്. ഉദാഹരണമായിട്ട് num1 എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത് ഞാൻ 10 സ്റ്റോർ ചെയ്തിരിക്കുന്നു. num2 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഞാൻ 5 സ്റ്റോർ ചെയ്തിരിക്കുന്നു. സ്വാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് num1ൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ num2ലേക്കും num2ൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ num1ലേക്കും അസൈൻ ചെയ്യപ്പെടണം. അതായത് സ്വാപ്പ് ചെയ്തതിന് ശേഷം num1ൽ 5ഉം num2ൽ 10ഉം സ്റ്റോർ ആവണം. സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേരിയബിളുകളുടെ അവസ്ഥ എന്താണെന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഞാനിവിടെ സ്ട്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. num1 ബിഫോർ സ്വാപ്പിംഗ് num1 എന്ന് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ num2ൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷിഫ്റ്റ് ആൾട്ട് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ VS കോഡിൻ്റെ അകത്ത് അതേ ലൈൻ തന്നെ താഴ്ത്തിയിട്ട് കോപ്പി ആവുന്നത് കാണാം. അപ്പോൾ num1 എന്നുള്ളത് മാറ്റി ഇവിടെ num2 എന്നാക്കുന്നു. രണ്ട് വേരിയബിളുകൾ തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം മെത്തേഡുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പൈത്തോണിക് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് num1ഉം num2ഉം ടപ്പിൾ അൺപാക്കിംഗ് വെച്ചിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. num1, num2 ഈക്വൽ ടു num2, num1. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടപ്പിൾ അൺപാക്കിങ്ങിൻ്റെ സിൻടാക്സ് ആണ്. ഇവിടെ num1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തിട്ട് num2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതായത് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ആവും. num2ൻ്റെ അകത്തിട്ട് num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ആവും. അതായത് ഇപ്പോൾ ഈ വേരിയബിളുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് num1ഉം num2ഉം സ്വാപ്പ് ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ട് ലൈൻ ഇവിടെ ഞാൻ കോപ്പി ചെയ്യുന്നു. ബിഫോർ സ്വാപ്പിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ആഫ്റ്റർ സ്വാപ്പിംഗ് എന്നാക്കുന്നു. ഈ ബിഫോർ സ്വാപ്പിങ്ങിനും ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനിടയിൽ ഒരു ലൈൻ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രിന്റ് -8 കൊടുക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതായത് num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 10 num2ൻ്റെ അകത്തായിട്ടും num2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 5 num1ൻ്റെ അകത്തായിട്ട് അസൈൻ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വാപ്പിങ്ങിന് മുമ്പ് num1ൻ്റെ അകത്ത് 10ഉം num2ൻ്റെ അകത്ത് 5ഉം ആയിരുന്നു. എന്നാൽ സ്വാപ്പ് ചെയ്തതിന് ശേഷം num1ൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 5ഉം num2ൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10ഉമാണ്. ഇങ്ങനെ ടപ്പിൾ അൺപാക്കിംഗ് യൂസ് ചെയ്ത് നമ്പറുകൾ സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ പൈത്തോണിക് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. അടുത്തൊരു മെത്തേഡാണ് ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ച് നമ്പർ സ്വാപ്പ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ ഇവിടുന്ന് കമൻറ്റ് ചെയ്യുകയാണ്. മെത്തേഡ് 1 എന്ന് കൊടുത്തേക്കാം നമുക്കിനി. അപ്പോൾ ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ച് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടെമ്പ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നു. ടെമ്പ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട് ഞാൻ num1 അസൈൻ ചെയ്യുന്നു. അപ്പോൾ num1 എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരുന്ന 10 എന്ന് പറയുന്ന ഡാറ്റ ടെമ്പ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി num1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക് num2 അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ num1ൽ സ്റ്റോർ ചെയ്തിരുന്ന 10 എന്ന് പറയുന്ന ഡാറ്റ നഷ്ടമാവുകയും അതിന് പകരം num2ൽ സ്റ്റോർ ചെയ്തിരുന്ന 5 എന്ന് പറയുന്ന ഡാറ്റ num1ലേക്ക് അസൈൻ ചെയ്യുകയും ചെയ്യും. num1 എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരുന്ന 10 എന്ന് പറയുന്ന ഡാറ്റ നഷ്ടമായി എന്ന് കരുതി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ അകത്ത് പ്രശ്നമൊന്നും സംഭവിക്കില്ല. അതിൻ്റെ കാരണം തൊട്ട് മുമ്പത്തെ ലൈനിൽ നമ്മൾ ടെമ്പ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് num1ൽ സ്റ്റോർ ചെയ്തിരുന്ന ഡാറ്റയുടെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ടെമ്പ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു കോപ്പി ഉപയോഗിച്ച് നമുക്ക് num2 എന്ന് പറയുന്ന വേരിയബിൾ ഓവർ റൈറ്റ് ചെയ്യാം. num2 ഈക്വൽ ടു ടെമ്പ. ഇനി num1ലും num2ലും സ്റ്റോർ ചെയ്തിരുന്ന ഡാറ്റ പരസ്പരം മാറിയോ അല്ലെങ്കിൽ സ്വാപ്പ് ആയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പ് num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10ഉം num2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 5ഉം ആണ്. എന്നാൽ സ്വാപ്പ് ചെയ്തതിന് ശേഷം num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 5ഉം num2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10ഉം ആണ്. അപ്പോൾ ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ മെത്തേഡിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ളൊരു വേരിയബിൾ ആവശ്യമായിട്ട് വന്നു. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് മറ്റൊരു വേരിയബിൾ ഇവിടെ, അതായത് ടെമ്പ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ ഇവിടെ ആവശ്യമായിട്ട് വന്നു. നമ്മൾ ഏറ്റവും പൈത്തോണിക് വേ ആണെന്ന് പറഞ്ഞ മെത്തേഡ് 1ൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മെത്തേഡ് 2ൽ കാണുന്ന ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേറ്ററുകൾ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ num1 ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് എഴുതുന്നതാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ num1ൽ 10 ആയിരുന്നു, num2ൽ 5 ആയിരുന്നു. num1 ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് എഴുതി കഴിയുമ്പോൾ num1 പ്ലസ് num2 അതായത് 10 പ്ലസ് 5 ഈക്വൽ ടു 15 ആയിരിക്കും num1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അതിപ്പോൾ സ്റ്റോർ ആയിട്ടുണ്ടാവുക. അതായത് num1 എന്ന് പറയുന്ന വേരിയബിൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ഇപ്പോൾ 15 ആണ്. ഇനി നമുക്ക് num2 ഈക്വൽ ടു num1 മൈനസ് num2 എന്ന് എഴുതാം. ഈ ഒരു ലൈനിന് മുമ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന num1 ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് പറയുന്ന ലൈൻ
num1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് 15 സ്റ്റോർ ചെയ്യും. അതായത് ഇപ്പോൾ num1ൻ്റെ വാല്യൂ ഇവിടെ 15 ആണ്. 15 മൈനസ് num2 എന്ന് പറയുമ്പോഴത്തേക്കും 15 മൈനസ് 5 ആണ്. അതായത് num2ൽ ഇപ്പോൾ സ്റ്റോർ ആകുന്ന വാല്യൂ എന്ന് പറയുന്നത് 15 മൈനസ് 5 അഥവാ 10 ആയിരിക്കും. അതായത് num2ൽ 5 ആയിരുന്നു നേരത്തെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറി num1 അതായത് 10 ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 15 മാറ്റി അവിടെ 5 സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ num1ൻ്റെ അകത്ത് 15ഉം num2ൻ്റെ അകത്ത് 10ഉം ആണുള്ളത്. num1ൽ 5 ആക്കണമെന്നുണ്ടെങ്കിൽ num1ൽ നിന്നും num2 കുറച്ചതിന് ശേഷമുള്ള റിസൾട്ട് അതായത് 15 മൈനസ് 10 ഈക്വൽ ടു 5 എന്നുള്ളത് num1ൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ num1 ഈക്വൽ ടു num1 മൈനസ് num2. ഈ ഒരു ഓപ്പറേഷന് ശേഷം num1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ആയി മാറും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റിസൾട്ട് കറക്റ്റായി കിട്ടിയില്ല എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. num1 സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പ് 10ഉം num2 സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പ് 5ഉം ആയിരുന്നു. അത് മാറി num1 എന്നുള്ളത് സ്വാപ്പ് ചെയ്തതിന് ശേഷം 5ഉം num2 10ഉമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള ഈ ഒരു രീതിയും കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു രീതിക്കായാലും നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ കണ്ടതുപോലെ അഡീഷണൽ ആയിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ലൈനുകൾ കമൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ num1 ഈക്വൽ ടു num1 XOR ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ക്യാരറ്റ് സിമ്പിൾ ഉപയോഗിച്ചാണ് എഴുതുക. num1 XOR num2. നമ്മുടെ num1 എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 10 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1010 ആണ്. num2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 5 ആണ്. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 0101 ആണ്. ഇവിടെ num1 XOR num2 ചെയ്ത് കഴിയുമ്പോൾ അതായത് 1010 XOR 0101 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1111 എന്നായിരിക്കും. അതായത് num1ൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1111 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അടുത്തതായിട്ട് വീണ്ടും num2 ഈക്വൽ ടു num1 XOR num2 ചെയ്യുന്നു. കഴിഞ്ഞ ഓപ്പറേഷൻ്റെ ഫലമായിട്ട് num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1111 അഥവാ 15 ആണ്. അപ്പോൾ num2 എന്ന് പറയുന്നത് 0101 ആയതിനാൽ ഇവ രണ്ട് XOR ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ num2ൽ ഈ ഒരു XOR ഓപ്പറേഷന് ശേഷം സ്റ്റോർ ചെയ്യുന്നത് 1010 അഥവാ 10 ആയിരിക്കും. അതായത് num2ൽ 1010 സ്റ്റോർ ആവും. ഒരിക്കൽ കൂടി ഈ ഒരു XOR ഓപ്പറേഷൻ നമ്മൾ ആവർത്തിക്കുക. അതായത് num1 ഈക്വൽ ടു num1 XOR num2. ഇപ്പോൾ num1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 15 അഥവാ 1111 ആണ്. num2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1010 അഥവാ 10 ആണ്. അപ്പോൾ ഈ ഒരു XOR ഓപ്പറേഷന് ശേഷം num1 എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് 0101 അഥവാ 5 ആയിരിക്കും. ഈ ഓരോ XOR ഓപ്പറേഷന് ശേഷം കിട്ടുന്ന റിസൾട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ കണ്ട അരിത്മെറ്റിക് ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ള സ്വാപ്പിങ്ങിലെ ഓരോ സ്റ്റെപ്പിൽ കിട്ടുന്ന റിസൾട്ടുമായിട്ട് വളരെ സാമ്യമുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ XOR ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ള സ്വാപ്പിംഗ് നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് തരുന്നില്ല എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, num1 ബിഫോർ സ്വാപ്പിംഗ് എന്നുള്ളത് 10ഉം num1 ആഫ്റ്റർ സ്വാപ്പിംഗ് എന്നുള്ളത് 10ഉം ആണ് നമുക്ക് കിട്ടിയത്. അതായത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ തെറ്റാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്യാതെയാണ് റൺ ചെയ്തത്. ഇപ്പോൾ കൺട്രോൾ+, അതിനുശേഷം ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോഗ്രാം സേവ് ചെയ്യാതെ റൺ ചെയ്തതിനാലാണ് നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്തത്. num1 ബിഫോർ സ്വാപ്പിംഗ് എന്നുള്ളത് 10ഉം num1 ആഫ്റ്റർ സ്വാപ്പിംഗ് എന്നുള്ളത് 5ഉം ആണ്. num2 ബിഫോർ സ്വാപ്പിംഗ് എന്നുള്ളത് 5ഉം num2 ആഫ്റ്റർ സ്വാപ്പിംഗ് എന്നുള്ളതും 10ഉം ആണ്. അതായത് രണ്ട് വേരിയബിളുകളിലും സ്റ്റോർ ചെയ്തിരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും ആദ്യത്തെ മെത്തേഡ് അതായത് ടപ്പിൾ അൺപാക്കിംഗ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്ത മെത്തേഡാണ്. അതായത് num1, num2 ഈക്വൽ ടു num2, num1 എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു വൺ ലൈനറാണ് കൂടുതൽ പൈത്തോണിക് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരു മെത്തേഡാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ശരി, വീണ്ടും കാണാം.